അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം 2 വർഷത്തിനിടെ വിവിധ ചടങ്ങുകളുടെ പേരിൽ രാമക്ഷേത്ര ട്രസ്റ്റ് ചെലവഴിച്ച 124 കോടിയുടെ കണക്കുകൾ അടക്കമാണ് SIT അന്വേഷിക്കുന്നത്. അതേസമയം രാജിവെച്ച ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായി, അനിൽ മിശ്ര എന്നിവർക്കെതിരെ SIT ഇതുവരെ കേസെടുത്തിട്ടില്ല. SIT അന്വേഷണത്തിനെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ 2 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളിൽ SIT അന്വേഷണത്തിന് ഒരുങ്ങുന്നത്. ഇതോടെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നടത്തിയ 2024 പ്രാണപ്രതിഷ്ഠാ ചടങ്ങും 2025 മഹാകുംഭമേളയും സംശയനിഴലിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം 8000-ഓളം അതിഥികൾ പങ്കെടുത്ത പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മാത്രം ഏകദേശം 113 കോടിയോളം രൂപ ചിലവായെന്നാണ് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുൾപ്പെടെ 2 വർഷത്തിനിടെ ക്ഷേത്രത്തിൽ നടന്ന വിവിധ ചടങ്ങുകൾക്ക് ചെലവായ തുക സംബന്ധിച്ച് SIT വിശദമായ പരിശോധന നടത്തും. ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളും വൗച്ചറുകളുമെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി ആഭരണങ്ങളുടെ കണക്കെടുപ്പും SIT നടത്തുന്നുണ്ട്. 2024 നവംബർ മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ 2.3 കിലോ സ്വർണവും 83.3 കിലോ വെള്ളിയും ക്ഷേത്രത്തിലേക്ക് സംഭാവനയായി ലഭിച്ചെന്നാണ് ട്രസ്റ്റിന്റെ രേഖകളിലുള്ളത്. പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സംഭാവനകളും ഇതിന്റെ നിലവിലെ സ്ഥിതിയും സൂക്ഷിച്ചിരിക്കുന്ന സംവിധാനവുമെല്ലാം SITയുടെ അന്വേഷണ പരിധിയിലുണ്ട്. അതേസമയം കേസിന്റെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്ന വിമർശനം ശക്തമാവുകയാണ്. രാജിവെച്ച ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അനിൽ മിശ്ര എന്നിവർക്കെതിരെ SIT ഇതുവരെ കേസെടുത്തിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.